സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചൈനയിലെ അടച്ചിട്ട വാർ റൂമുകളിൽ ഭയപ്പെടുത്തുന്ന ചില യുദ്ധതന്ത്രങ്ങൾ രൂപപ്പെടുകയാണോ? 2013 ഹോങ്കോങ്ങിലെ വെൻവേപ്പോ എന്ന പത്രത്തിൽ വന്ന ഒരു ലേഖനം അന്ന് ലോകത്തെ ഞെട്ടിച്ചിരുന്നു. വെറുമൊരു വാർത്ത എന്നതിലുപരി അടുത്ത 50 വർഷത്തിനുള്ളിൽ ചൈന തങ്ങളുടെ അയൽരാജ്യങ്ങൾക്കെതിരെ നടത്താൻ പോകുന്ന വിപുലമായ സൈനിക നീക്കങ്ങളെ കുറിച്ചുള്ള ഒരു കൃത്യമായ ടൈംലൈൻ ആയിരുന്നു അത്. ചൈന പദ്ധതിയിടുന്ന 6 യുദ്ധങ്ങൾ എന്ന പേരിൽ പുറത്തുവന്ന ഈ രഹസ്യരേഖകൾ 2026 ഫെബ്രുവരിയിൽ തായ്വാൻ പ്രസിഡന്റ് വീണ്ടും ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നതോടെ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഏഷ്യയുടെ 4 ദിക്കുകളിലേക്കും നീളുന്ന ഈ രക്തരൂക്ഷിതമായ യുദ്ധ പദ്ധതികൾ വെറുമൊരു സാങ്കല്പിക ഭാവനയല്ലെന്ന് തെളിയിക്കുന്നതാണ് നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ. ചൈനയുടെ യുദ്ധ പട്ടികയിൽ ഒന്നാമത്തെ ലക്ഷ്യം തായ്വാൻ തന്നെയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണിലെ കരടായ തായ്വാനെ 2020 2025 ഇടയിൽ കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു ആദ്യത്തെ പ്രഖ്യാപിത ലക്ഷ്യം. ഹോങ്കോങ്ങിനെ പൂർണ്ണമായും വശത്താക്കിയ ഡ്രാഗൺ അടുത്തതായി ലക്ഷ്യമിടുന്നത് തായ്വാനെയാണ്. അമേരിക്കയും ജപ്പാനും തായ്വാന് പിന്തുണ നൽകിയേക്കാമെങ്കിലും ലോകം പ്രതികരിക്കുന്നതിന് മുൻപേ ഒരു മിന്നലാക്രമണത്തിലൂടെ തായ്വാനെ വിഴുങ്ങാനാണ് ചൈനയുടെ പ്ലാൻ. ഇതിൽ വിജയിച്ചാൽ ലഭിക്കുന്ന ആത്മവിശ്വാസവുമായി ചൈന നേരെ തിരിയുക ദക്ഷിണ ചൈന കടലിലേക്കായിരിക്കും. 2025 2030 ഇടയിൽ നടക്കുന്ന ഈ രണ്ടാം യുദ്ധത്തിൽ വിയറ്റ്നാം, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി ചൈന ഏറ്റുമുട്ടും. എണ്ണയും പ്രകൃതിവാതകവും തിരക്കേറിയ കപ്പൽ പാതകളും പിടിച്ചടക്കുക എന്നതിലുപരി കടലിൽ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ച് അവിടെ സൈനിക താവളങ്ങൾ ഒരുക്കി ചൈന ഇതിനോടകം തന്നെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഭാരതീയരായ നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടത് ചൈനയുടെ 3ാമത്തെ യുദ്ധ പദ്ധതിയാണ്. ഇതിലെ 3ാമത്തെ ഇര ഇന്ത്യ ആയിരിക്കുമെന്നാണ് ഈ രേഖകൾ പ്രവചിക്കുന്നത്. 2035 2040 ഇടയിൽ ഇന്ത്യയുടെ സ്വന്തം അരുണാചൽ പ്രദേശ് പിടിച്ചെടുക്കാൻ ചൈന യുദ്ധത്തിനിറങ്ങും. 1962 യുദ്ധം ചൈനയ്ക്ക് നൽകിയ പാഠങ്ങൾ വലുതാണെങ്കിലും 2035 ചൈന കൂടുതൽ അപകടകാരിയായേക്കാം. ഇന്ത്യയുമായി നേരിട്ടുള്ള യുദ്ധം എളുപ്പമാകില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഉപയോഗിച്ച് കശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും അതിർത്തിയിൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തിയും ഇന്ത്യയെ തളർത്താനാണ് ചൈന ശ്രമിക്കുക. ഇതിനെല്ലാം പുറമെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ വമ്പൻ അണക്കെട്ടുകൾ നിർമ്മിച്ച് ഇന്ത്യയെ വരൾച്ചയിലേക്ക് തള്ളിവിട്ട് ജലയുദ്ധം നടത്താനും ചൈന മടിക്കില്ല. ഇന്ത്യയെ ഒതുക്കിയാൽ ചൈനയുടെ 4ാമത്തെ ലക്ഷ്യം ജപ്പാനാണ്. 2040-45 കാലഘട്ടത്തിൽ സൊൻകാക്കു ദ്വീപുകൾക്ക് വേണ്ടി ജപ്പാനുമായി ചൈന ഏറ്റുമുട്ടും. 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഏൽപ്പിച്ച മുറിവുകൾക്ക് പകരം വീട്ടാൻ ചൈന പതിറ്റാണ്ടുകളായി കാത്തിരിക്കുകയാണ്. ഇതിനുശേഷം 2045-50 കാലയളവിൽ ചൈന വടക്കോട്ട് തിരിയും. തങ്ങളുടെ പഴയ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന മംഗോളിയയെ തിരിച്ചുപിടിക്കുക എന്നതാണ് ചൈനയുടെ അടുത്ത ലക്ഷ്യം. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന നീക്കം 6ാമത്തേതാണ്. ഇന്ന് ചൈനയുടെ ഏറ്റവും വലിയ സുഹൃത്തായി കാണപ്പെടുന്ന റഷ്യയാണ് അവർ അവസാനം ലക്ഷ്യം വെക്കുന്നത്. 2055 റഷ്യയുടെ ശക്തി ക്ഷയിക്കുമ്പോൾ പഴയ സൈബീരിയൻ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ ചൈന റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും. ഭൗമരാഷ്ട്രീയത്തിൽ സ്ഥിരമായ സുഹൃത്തുക്കളില്ല, താല്പര്യങ്ങൾ മാത്രമാണുള്ളതെന്ന് ഈ നീക്കം വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ചൈന ഔദ്യോഗികമായി ഈ പദ്ധതി അംഗീകരിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലോകത്ത് നടക്കുന്ന ഓരോ ചലനവും ഈ യുദ്ധ പദ്ധതികളോട് ചേർന്ന് നിൽക്കുന്നവയാണ്. തായ്വാൻ അതിർത്തിയിലെ സൈനികാഭ്യാസങ്ങളും ലഡാക്കിലെ പ്രകോപനങ്ങളും ഈ വലിയ പ്ലാനിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലോകം സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചൈന സൈനികമായും സാമ്പത്തികമായും യുദ്ധത്തിനായി കോപ്പുകൂട്ടുകയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഡ്രാഗണിന്റെ കുതന്ത്രങ്ങളെ നേരിടാൻ എത്രത്തോളം തയ്യാറാണെന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഒരുപക്ഷെ വരാനിരിക്കുന്ന ദശകങ്ങൾ ഏഷ്യയുടെയും ലോകത്തിന്റെയും ചരിത്രം തിരുത്തിക്കുറിക്കുന്ന യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചേക്കാം.